CMA USA ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബീവി സംസാരിക്കുന്നു. പേരുകളിലെ സാമ്യതയല്ലാതെ തികച്ചും വ്യത്യസ്തമായ രണ്ട് കോഴ്സുകളാണ് ഇവ. CMA ഇന്ത്യ, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICMAI എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ കീഴിലാണ് വരുന്നത്. കോസ്റ്റിംഗ് ആൻഡ് പ്രൈസിംഗ് നടത്തുന്ന വ്യാപാര മേഖലയിലാണ് പ്രധാനമായും ഇവരുടെ സേവനം വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിംഗ്, ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, ഫൈനാൻഷ്യൽ പ്രൈസിംഗ്, ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയ മേഖലകളാണ് കൈകാര്യം ചെയ്യുന്നത്. 3 ലെവലുകളായാണ് കോഴ്സ് തരംതിരിച്ചിരിക്കുന്നത്: ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. +2 പാസ്സായവർക്ക് ഫൗണ്ടേഷൻ അഭിമുഖീകരിക്കാവുന്നതാണ്. 15 മാസത്തെ പ്രാക്ടിക്കൽ പരിശീലനം കോഴ്സിന്റെ ഭാഗമായി ഉണ്ടാകും. ഓരോ ലെവലും ഗ്രൂപ്പ് വൈസ് പരീക്ഷാ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായി പരീക്ഷകൾ പാസ്സാകുന്ന കുട്ടിക്ക് 3 വർഷത്തോളം ഉള്ള സമയത്തിനുള്ളിൽ CMA ഇന്ത്യ നേടാവുന്നതാണ്. എന്നാൽ CMA US സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് USA കോഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് എന്ന ബോഡിയാണ് നടത്തുന്നത്. CMA US കോഴ്സിന് മൾട്ടിനാഷണൽ കമ്പനികളിലും വിദേശ രാജ്യങ്ങളിലും അവസരങ്ങൾ കൂടുതലാണ്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് 10 മാസം കൊണ്ട് ഈ യോഗ്യത നേടിയെടുക്കാം. 2 പാർട്ടുകളായാണ് കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നത്. താരതമ്യേന CMA കോഴ്സിന്റെ രജിസ്ട്രേഷൻ ഫീസ് കൂടുതലാണ്. CMA ഇന്ത്യക്കകത്ത് രജിസ്ട്രേഷൻ അതോറിറ്റി ഉള്ളതുപോലെ CMA US വിദേശ രാജ്യങ്ങളിലാണ് അവസരങ്ങൾ ഉള്ളത്. പൊതുവെ പറഞ്ഞാൽ CMA US ഒരു ബിരുദ വിദ്യാർത്ഥിക്ക് വിദേശ സാധ്യതകൾ തുറന്നു കൊടുക്കുമ്പോൾ CMA ഇന്ത്യ പൂർത്തീകരിക്കുന്നതോടെ ഒരാൾ സൈനിങ് അതോറിറ്റിയുള്ള പ്രൊഫഷണൽ ആയി മാറുന്നു. കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. കരിയർ ടിപ്സ്. CMA ഇന്ത്യ, CMA USA ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബീവി സംസാരിക്കുന്നു. പേരുകളിലെ സാമ്യതയല്ലാതെ തികച്ചും വ്യത്യസ്തമായ രണ്ട് കോഴ്സുകളാണ് ഇവ. CMA ഇന്ത്യ